ഏതാണ്ട് ഒരു വർഷത്തോളം ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇന്ന് സുപ്രീം കോടതി ഒരു വിധിയിലൂടെ വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. US പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ തീരുവകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഈ ചരിത്രപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കയിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കുവാനാണ് ഇന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ നടപടി പ്രസിഡന്റിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾക്കും അപ്പുറമാണെന്നാണ് 6-3 എന്ന ഭൂരിപക്ഷത്തിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ ജി റോബർട്ട്സ് ജൂനിയർ ആണ് ഈ വിധി ഈ പാനലിന് വേണ്ടി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിധിയോട് നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രകോപനപരമായ രീതിയിലാണ് പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചത്. വൈറ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരെ അദ്ദേഹം രൂക്ഷമായി അധിക്ഷേപിച്ചു. ജഡ്ജിമാർ ഫൂൾസ് ആൻഡ് ലാപ്പ് ഡോഗ്സ് അഥവാ വിഡ്ഢികളും പാദസേവകരുമാണെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം. അധിക തീരുവ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി ആഗോള വ്യാപാര മേഖലയെ വലിയ അനിശ്ചിതത്വത്തിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം മുതൽ US ഗവൺമെന്റ് ഏതാണ്ട് $200 ബില്യണോളം ശേഖരിച്ചു എന്നാണ് പല മാധ്യമങ്ങളിലും വ്യത്യസ്തമായ ഡോളർ എമൗണ്ടാണ് വരുന്നത്. ഏതാണ്ട് ഏകദേശം 16 ലക്ഷം കോടി രൂപയാണ്. ഇത് കമ്പനികൾക്ക് തിരികെ നൽകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും തുടരുകയാണ്. എന്നാൽ മറ്റ് നിയമവഴികളിലൂടെ കമ്പനികൾ ഒരുപക്ഷെ ഈ പണം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇനിയുള്ള നിയമവഴികൾ എന്താണെന്നുള്ള ആലോചനയിലാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ വിദേശ ഉൽപ്പന്നങ്ങൾക്കും 10% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും കഴിഞ്ഞു. നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ 18% തന്നെ തുടരുവാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി റദ്ദാക്കിയ ഇറക്കുമതി തീരുവകൾ പുനഃസ്ഥാപിക്കുവാൻ ട്രേഡ് ആക്ട് 1974 സെക്ഷൻ 122 എന്ന നിയമത്തിലെ ഒരു പ്രത്യേക അധികാരം ഉപയോഗിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃഷ്ണ.